CMRL എക്സലോജിക് മാസപ്പടി കേസിൽ വീണയ്ക്കെതിരെ ഇഡിക്ക് കൂടുതൽ തെളിവുകൾ ലഭിച്ചു. ഇൻവോയ്സ് നൽകുന്നതിന് മുൻപ് വീണയ്ക്ക് പണം കിട്ടിയെന്നാണ് ഇഡിയുടെ ഗുരുതര കണ്ടെത്തൽ. IT മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് എന്ന പേരിലാണ് വീണ പണം കൈപ്പറ്റിയത്. 45 ലക്ഷം രൂപ വീണയ്ക്ക് കിട്ടിയത് മുൻകൂറായാണ്. 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെ പണം ലഭിച്ചെന്ന് ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. എക്സലോജിക്കിന് മാസം 3 ലക്ഷം രൂപ ലഭിച്ചെന്നും ഇഡി പറയുന്നുണ്ട്. ഇൻവോയ്സ് വീണ ഉണ്ടാക്കിയത് ഐഫോണിലാണെന്ന കണ്ടെത്തലും ഇഡിക്കുണ്ട്. CMRL കള്ളപ്പണം വെളുപ്പിക്കലിന് കൂടുതൽ തെളിവുകൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. സർക്കുലർ പേയ്മെന്റ് രീതിയാണ് ശശിധരൻ കർത്തയുടേത്. ഇൻവോയ്സ് നൽകി ഇടപാടുകാർക്ക് ചെലവ് കാണിച്ച് പിന്നീട് ഇവരിൽ നിന്ന് പണമായി തിരികെ വാങ്ങുന്നതാണ് രീതി. ഇടപാടുകാർക്ക് കമ്മീഷൻ നൽകുമെന്നാണ് കണ്ടെത്തൽ. ഇത്തരത്തിൽ 15 വർഷത്തിനിടെ 182 കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നും സ്വന്തം കമ്പനിയിലേക്കും കർത്ത പണം വകമാറ്റിയെന്നും ഇഡി വ്യക്തമാക്കുന്നുണ്ട്. CMRL എക്സലോജിക് മാസപ്പടി കേസിൽ പിണറായി വിജയനും മകൾ വീണയ്ക്കും കുരുക്ക് മുറുകുകയാണ്. പിണറായിയുമായുള്ള അടുപ്പമാണ് വീണയ്ക്ക് കരാർ നൽകാൻ കാരണമെന്നാണ് ഇഡിക്ക് കർത്ത മൊഴി നൽകിയത്. പിണറായിയുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് വീണയ്ക്കും കമ്പനിക്കും പണം നൽകിയത്. വീണ CMRLന് സേവനം നൽകിയിട്ടില്ലെന്നും കർത്ത മൊഴി നൽകിയിരുന്നു. വീണയുടെ 16.5 ലക്ഷം രൂപ ഇഡി മരവിപ്പിച്ചു കഴിഞ്ഞു. സ്വന്തം പേരിലും കമ്പനികളുടെ പേരിലും നിക്ഷേപിച്ച പണമാണ് ഇഡി കണ്ടുകെട്ടിയത്. വീണയുടെ മറ്റൊരു കമ്പനിയായ ലേക്കർ ഇന്ത്യയുടെ 15.5 ലക്ഷവും മരവിപ്പിച്ചിട്ടുണ്ട്. വീണയുടെ ലോക്കറും മരവിപ്പിച്ചു കഴിഞ്ഞു. വീണയുടെ അക്കൗണ്ടിൽ 1.37 ലക്ഷം രൂപയാണുള്ളത്. എക്സലോജിക്കിന്റെ അക്കൗണ്ടിൽ 27,585 രൂപയും. CMRLിൽ നിന്ന് 2.78 കോടി രൂപ വീണയിലേക്കും എക്സലോജിക്കിലേക്കും എത്തിയതിന് എന്ത് സേവനം വീണ ചെയ്തു? CMRLിൽ നിന്ന് ലഭിച്ച പണം വീണ എന്ത് ചെയ്തു? ഈ 2 ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണ് ഇഡിക്ക് വേണ്ടിയിരുന്നത്. എന്നാൽ ഇതിന് രണ്ടിനും വ്യക്തമായ മറുപടി നൽകാൻ വീണയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. വീണയുടെ HDFC ബാങ്കിലെ ലോക്കർ അടക്കം ഇഡി തുറന്നു പരിശോധിച്ചിട്ടുണ്ട്. ഇല്ലാത്ത സേവനത്തിന്റെ പേരിലാണ് വീണയ്ക്ക് പണം കൈമാറിയതെന്ന് ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. സേവനങ്ങളൊന്നും നൽകിയിരുന്നില്ലെന്ന കാര്യം വീണ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്നാണ് ഇഡി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷം രൂപയും എക്സലോജിക്കിന് 3 ലക്ഷം രൂപയും നൽകുന്ന തരത്തിലായിരുന്നു പണമിടപാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.